ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ഭാഗവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഇതിന് മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ ക്ലാസ് കാണുക, അതിനുശേഷം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാംഗ്വേജ് പ്രോസസ്സറുകളെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആവാം, മലയാളമാകാം, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് ഒരു യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് വേണം. ഇപ്പം കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ ലാംഗ്വേജുകളുണ്ട്. അതിലൊന്നാണ് ലോ ലെവൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണിത്. നമ്മൾ ഈ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന പ്രോഗ്രാമുകൾ സീറോസ് ആൻഡ് വൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീറോസ് ആൻഡ് വൺസ്, and that is the language that is understood by the machine. But it is very difficult for a human being to write a program using a machine language. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളെ പറ്റി റിസർച്ച് നടത്തി അങ്ങനെ പല ലാംഗ്വേജുകൾ കണ്ടുപിടിച്ചു. അതിലൊന്നാണ് അസംബ്ലി ലാംഗ്വേജ്. ന്യൂമോണിക് ഓപ്പറേഷൻ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അഡീഷൻ ആണ് നടത്തുന്നതെങ്കിൽ ആഡ്, സബ്, മൾ, അങ്ങനെയുള്ള ചില കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന പ്രോഗ്രാമാണ് അസംബ്ലി പ്രോഗ്രാംസ്. അതിനുപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇനി മറ്റൊരു തരം ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും, HLL. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുന്നതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തോന്നും, ബട്ട് വിത്ത് എ ഡിഫറെന്റ് ഗ്രാമറൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകൾ കൂടുതൽ ഇപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. C++, ജാവ പോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജ്, ഒരുപാട് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകൾ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ്. ബട്ട് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം മെഷീനിന് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകളെ, അത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആണെങ്കിലും ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ആണെങ്കിലും അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പൊ അതാണ് ലാംഗ്വേജ് പ്രോസസ്സറിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ what are language processors? They are special system programs that are used to convert programs written in either high level language or assembly language to machine language or low level language which can be understood by the machine. അപ്പോൾ നമുക്ക് അസംബ്ലർ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്, ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്, കമ്പൈലർ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്. അങ്ങനെ 3 തരം ലാംഗ്വേജ് പ്രോസസ്സറുകളാണ്. അതിൽ അസംബ്ലർ എടുക്കുവാണെങ്കിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് a program written in assembly language to machine language or low level language. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്ന പേരാണ് അസംബ്ലർ. മറ്റ് 2 ലാംഗ്വേജ് പ്രോസസ്സറുകളും ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിപ്പോ ഇന്റർപ്രറ്റർ ആണെങ്കിലും കമ്പൈലർ ആണെങ്കിലും ചെയ്യുന്നത് ഒരേ പ്രവർത്തനമാണ്, പക്ഷേ അത് ചെയ്യുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. That makes them different. ഇപ്പൊ ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് it scans the program line by line. നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്കാൻ ചെയ്യും. ഓരോ ലൈനും സ്കാൻ ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, മെഷീൻ ലാംഗ്വേജിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ലൈനിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ ആ എറർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് എക്സിക്യൂട്ട്സ് ലൈൻ ബൈ ലൈൻ, അല്ലെങ്കിൽ സ്കാൻസ് ലൈൻ ബൈ ലൈൻ. അതാണ് ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. കമ്പൈലർ ആണെങ്കിലോ ഇറ്റ് സ്കാൻസ് ദ പ്രോഗ്രാം ആസ് ഇൻ എ സിംഗിൾ റൺ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോഗ്രാം ആസ് എ ഹോൾ ഈസ് സ്കാൻഡ് ബൈ ദ കമ്പൈലർ ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ടു ഓർ കമ്പൈൽഡ് ടു ദ മെഷീൻ ലാംഗ്വേജ് വിച്ച് ഇസ് നോൺ ആസ് ഒബ്ജക്ട് കോഡ്. അപ്പൊ സോഴ്സ് കോഡ് എന്നാണ് നമ്മൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിന് പറയുന്ന പേര്.
ആ സോഴ്സ് കോഡിനെ ഒറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ ഒറ്റ റണ്ണിൽ മെഷീൻ കോഡാക്കി മാറ്റുകയാണെങ്കിൽ, അപ്പോൾ അതിനകത്ത് എററുകൾ ഉണ്ടെങ്കിൽ യു ഗെറ്റ് എറർ ലിസ്റ്റിംഗ് ഓൾസോ ആസ് ദ പ്രോഗ്രാം ഇസ് കമ്പൈൽഡ്. അപ്പം പ്രോഗ്രാം കറക്റ്റ് ആണെങ്കിൽ യു ഗെറ്റ് ദ കറക്റ്റ് ഓബ്ജക്ട് കോഡ്. ഇഫ് ദ പ്രോഗ്രാം ഇസ് നോട്ട് കറക്റ്റ്, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനുള്ള എററുകളും കൂടി നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും. നമ്മൾ എറർ കറക്റ്റ് ചെയ്യുക, വീണ്ടും കമ്പൈൽ ചെയ്യുക, അങ്ങനെ എറർ ഫ്രീ ആകുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതാണ് കമ്പൈലർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേര് കമ്പൈലേഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാംഗ്വേജ് പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ? ഇന്റർപ്രറ്റർ സ്കാൻസ് ലൈൻ ബൈ ലൈൻ, whereas compiler scans the program as a whole or in a single run and converts it into object code. ഓക്കെ, അപ്പോൾ ഇതാണ് ലാംഗ്വേജ് പ്രോസസ്സറുകളെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റീസിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? അതും സിസ്റ്റം പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു സെറ്റ് പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റീസ് ആർ പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് ദ യൂസേഴ്സ് ഇൻ പെർഫോമിംഗ് ടാസ്ക്സ് ഓഫ് റുട്ടീൻ നേച്ചർ ഓർ മെയിൻ്റനൻസ് ടാസ്ക്. കമ്പ്യൂട്ടറിലെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് ഒരു പീരിയോഡിക്കലായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് യൂട്ടിലിറ്റീസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂട്ടിലിറ്റീസിനെ പറ്റി നമ്മൾ പറയുകയാണ്. ഒന്ന് ബാക്കപ്പ് യൂട്ടിലിറ്റി എന്ന് പറയും. ഈ ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോപ്പീസ് എടുത്ത് വെക്കുന്നതിനാണ് ബാക്കപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ആക്സിഡൻ്റൽ ആയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റം ഫെയിലിയറിന്റെ ഭാഗമായിട്ടോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എല്ലാം കോപ്പീസ് എടുത്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പീരിയോഡിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് ബാക്കപ്പ് യൂട്ടിലിറ്റീസ്. ഇനി രണ്ടാമത്തെ ഒരു സെറ്റ് യൂട്ടിലിറ്റീസ് കംപ്രഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ കംപ്രഷൻ പ്രോഗ്രാമുകൾ എന്ന് പറയും. ഈ കംപ്രഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നത് ഫയൽസ് ഓഫ് ബിഗർ സൈസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ കംപ്രസിങ് ഇറ്റ് ആൻഡ് യു ക്യാൻ സ്റ്റോർ ഇറ്റ് യൂസിങ് ലെസ് സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ നമുക്ക് വലിയ ഫയലുകളെ കുറച്ച് ചെറിയ സ്റ്റോറേജ് സ്പേസുകളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസ് ചെയ്യുക, അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിനെ ഡീകംപ്രസ് ചെയ്യുകയും അല്ലെങ്കിൽ അൺകംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കംപ്രഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ബിസിപ്പ്, വിൻസിപ്പ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആർക്കൈവുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, ഇതെല്ലാം ഈ കംപ്രഷൻ യൂട്ടിലിറ്റീസ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറയും. ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഴ്സ്. ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയലുകളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റിയാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. പുഷിംഗ് ഓൾ ഓക്യുപ്പൈഡ് സ്പേസ് ടു വൺ സൈഡ് ഓഫ് ദ ഡിസ്ക് ആൻഡ് ഫ്രീയിങ് ദ അതർ സൈഡ് ഓഫ് ദ ഡിസ്ക് സോ ദാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഇസ് അവോയ്ഡഡ്. ഡിസ്കിലെ ഫയലുകളെല്ലാം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രാഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലുകളെല്ലാം കൂടി ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. ഇത് ചെയ്യുന്നതിലൂടെ സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ ഡിസ്കിന്റെ ആക്സസ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. നാലാമത്തത് ആന്റിവൈറസ് പ്രോഗ്രാമുകൾ എന്ന് പറയും. നമുക്കറിയാം വൈറസ് എന്ന് പറയുന്ന പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻഫെക്ട് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾക്കാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ, ഈ ആന്റിവൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസുകളെ ഡിറ്റക്ട് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആന്റിവൈറസിന്റെ പ്രത്യേകത. അപ്പോൾ ആന്റിവൈറസ് പ്രോഗ്രാംസ് ആർ പ്രോഗ്രാംസ് യൂസ് ടു ഡിറ്റക്ട് ആൻഡ് റിമൂവ് വൈറസസ് ഫ്രം യുവർ സിസ്റ്റം. ഇത്രയും യൂട്ടിലിറ്റി പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെയാണ് യൂട്ടിലിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ, ആന്റിവൈറസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാസ്പെർസ്കി ആന്റിവൈറസ്, നോർട്ടൺ ആന്റിവൈറസ്, അങ്ങനെയുള്ള പല ആന്റിവൈറസ്, പാണ്ട ആന്റിവൈറസ്, ക്ലൗഡ് ആന്റിവൈറസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസുകളെ ഡിറ്റക്ട് ചെയ്ത് റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അടുത്ത നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് ദാറ്റ് ആർ ഡിസൈൻഡ് ഓർ ഡെവലപ്ഡ് ഫോർ സോൾവിംഗ് സ്പെസിഫിക് ആപ്ലിക്കേഷൻസ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള യൂസർ ആപ്ലിക്കേഷൻസുകൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ തന്നെ
ജനറൽ പർപ്പസ് പാക്കേജുകൾ ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ജനറൽ പർപ്പസ് പാക്കേജസ്. ഈ ജനറൽ പർപ്പസ് പാക്കേജസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ സോൾവ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അല്ല, ഒരു ഡൊമൈൻ ഓഫ് പ്രോബ്ലം, ഒരു പ്രോബ്ലം ഡൊമൈൻ അഡ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ജനറൽ പർപ്പസ് പാക്കേജസ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ സോൾവിങ് ഡൊമൈൻ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പൊ അതില് കുറെ കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജസ് എന്ന് പറയും. വേർഡ് പ്രോസസ്സിംഗ്, നമ്മൾ ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസ്സിംഗ് പാക്കേജുകൾ. യു ക്യാൻ ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ദിസ് ഇസ് ദ സ്ക്രീൻ ഓഫ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഡോക്യുമെന്റ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് ആണ്. നമുക്ക് MS വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുക, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക, മെയിൽ മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ പല ഫോർമാറ്റിംഗ്, പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് നമുക്ക് പെർഫോം ചെയ്യാം. ടേബിളുകൾ ഇൻസേർട്ട് ചെയ്യാം, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം, ഗ്രാമർ ചെക്ക് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള ടൂളുകളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഡോക്യുമെന്റ്സ്, എഡിറ്റിംഗ് ആൻഡ് മാനേജിങ് ഡോക്യുമെന്റ്സ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഈ വേർഡ് പ്രോസസ്സിംഗ് പാക്കേജസ്. രണ്ടാമതായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് പാക്കേജുകൾ എന്ന് പറയും, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറയും. യു ഹവ് സീൻ എക്സൽ അല്ലെങ്കിൽ ലിബർ ഓഫീസ് കാൽക്ക് ഇതുപോലെയുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വിൻഡോ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. കുറെ റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഈ ഇതിന്റെ വിൻഡോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടാബുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, മാർക്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേറോൾ പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപയോഗിക്കാം. ഡാറ്റ കോളം ആൻഡ് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതുപോലെ തന്നെ ചില ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി, അഡീഷൻ, ഒരു പർട്ടിക്കുലർ കോളത്തിലുള്ള കംപ്ലീറ്റ് വാല്യൂ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ അതിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്പ്രെഡ്ഷീറ്റ് പാക്കേജുകൾ. മൂന്നാമത്തെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരു സെമിനാർ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. മൈക്രോസോഫ്റ്റിലെ പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ലിബർ ഓഫീസില്, ഓപ്പൺ ഓഫീസിലേക്ക് ഇംപ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇതൊക്കെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഇനി നാലാമതായിട്ട് ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയും. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റ എന്ന് പറയുന്നത് വൈറ്റൽ റിസോഴ്സ് ആണ്. അപ്പൊ അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. MySQL, Oracle, അതുപോലെ തന്നെ SQL സെർവർ, PostgreSQL, MS Access, ഇതൊക്കെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾസ് ആണ്. പിന്നെ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകളാണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീഡിയ, ലൈക്ക് ഇപ്പോൾ ഓഡിയോ ഉണ്ടാവും, വീഡിയോ, ടെക്സ്റ്റ്, ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ പ്ലേ ബാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഫോട്ടോഷോപ്പ്, ജിംബ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം ഇങ്ങനെയുള്ള ഗ്രാഫിക്സ് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർസ് ആണ്. സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർസ് ആർ ഡിസൈൻഡ് ഫോർ സോൾവിംഗ് സ്പെസിഫിക് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു പേറോൾ പ്രിപ്പറേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ പേറോൾ മാനേജ്മെന്റ് സിസ്റ്റം, ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐ ആം റണ്ണിങ് എ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്നൊക്കെ ഇതിന്റെ പേര് പറയാറുണ്ട്. അടുത്തത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. You have heard of free software. GNU Linux is a free software. What do you mean by that? ഈ ഫ്രീ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇറ്റ് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ്, അല്ലെ, നമ്മൾ പൈസ കൊടുക്കണ്ട. ഓക്കെ, ഇറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, ഇറ്റ്സ് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ബട്ട് യഥാർത്ഥത്തിൽ ഈ സോഫ്റ്റ്വെയറുകൾ വി ഹാവ് ദ ഫ്രീഡം ടു യൂസ് ഇറ്റ്, വി ഹാവ് ദ ഫ്രീഡം ടു മോഡിഫൈ ഇറ്റ്. ഇറ്റ് ഈസ് ഓഫറിംഗ് us a certain kind of freedom to use the software, to distribute the software, something like that. അപ്പോൾ അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഗിവ്സ് us the freedom to use, to copy, to distribute and
ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് ദ സോഫ്റ്റ്വെയർ. ഇതെല്ലാം ഇങ്ങനെയുള്ള ഫ്രീഡംസ് എല്ലാം നമുക്ക് തരുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, when you get the software, you also get the source code. Source code means the program written in high level language. Then only you can modify it. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സോഴ്സ് കോഡും കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഫ്രീ സോഫ്റ്റ്വെയറുകൾക്ക് സോഴ്സ് കോഡും കൂടി അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി ഫ്രീ സോഫ്റ്റ്വെയർ ഈസ് പ്രൊമോട്ടഡ് ബൈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ, FSF എന്ന് പറയും. ആൻഡ് ഇറ്റ് വാസ് founded by Richard Matthew Stallman. You must have heard of this personality. അപ്പോൾ ഈ FSF നമുക്ക് ഓഫർ ചെയ്യുന്ന ഫ്രീഡം, there are 4 different levels of freedom. അതിൽ ഫ്രീഡം 0 എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ഉപയോഗിക്കാനുള്ള, പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഫ്രീഡമാണ് ഫ്രീഡം 0. ഇനി ഫ്രീഡം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ്. അപ്പം നമുക്ക് അതിന്റെ സോഴ്സ് കോഡൊക്കെ വേണം. ആ സോഴ്സ് കോഡൊക്കെ if the software has got freedom 1, the source code also will be available. ഇനി മൂന്നാമത്തത് ഫ്രീഡം 2 എന്ന് പറയും. It is a freedom to distribute copies of the software. You can use it as well as you can distribute the software. And freedom 3, അതാണ് 4th level of freedom. If you have this level of freedom, you can alter this program, you can modify this program as per your requirements, and you can also distribute the modified version of the program. അതാണ് ഫ്രീഡം 3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾസ് ആണ് GNU Linux, GIMP, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, അതുപോലെ തന്നെ MySQL, ഓപ്പൺ ഓഫീസ് പാക്കേജുകൾ അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് പാക്കേജ്, ഇതെല്ലാം ഫ്രീ സോഫ്റ്റ്വെയർ കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ, സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം ഫ്രീവെയറും ഷെയർവെയറും തമ്മിൽ. There are certain softwares which you can download free from internet. Copyrighted സോഫ്റ്റ്വെയറുകളാണ്, ബട്ട് യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രീ ഓഫ് ചാർജ്. ഇന്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ് ഫ്രീവെയർ എന്ന് പറയും. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എനി പീരീഡ് ഓഫ് ടൈം. ഷെയർവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ വിച്ച് ഗിവ്സ് യു എ ചാൻസ് ടു try the software before you purchase it. ശരിക്കും നമുക്ക് ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പർച്ചേസ് ദ ലൈസൻസ് അല്ലെങ്കിൽ പർച്ചേസ് ദ സോഫ്റ്റ്വെയർ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയായിരിക്കും എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രയൽ വേർഷൻസ് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക്, 30 ദിവസത്തേക്ക് ട്രയൽ പീരീഡിനായിരിക്കും തരുന്നത്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ് ഷെയർവെയർ എന്ന് പറയും. ഇപ്പൊ ഫ്രീവെയറും ഷെയർവെയറും. ഫ്രീവെയറിൽ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും, ഷെയർവെയറിൽ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും. കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് തരുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ, അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സോഫ്റ്റ്വെയർ വാങ്ങി ഉപയോഗിക്കണം, പർച്ചേസ് ചെയ്ത് അത് ക്യാഷ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ടി വരും. ഇനി ഫ്രീവെയർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റും. ബട്ട് ഷെയർവെയർ അല്ലെങ്കിൽ it may or may not be distributed freely. In many cases, author's permission is required for distributing the software. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്ത ആളുടെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതാണ് ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള വ്യത്യാസം. ഏതാണ്? ഫ്രീവെയറും ഷെയർവെയറും. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ എന്ന് കോമൺ ആയിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടാവും വിൻഡോസ് ഇസ് എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യു ക്യാൻ യൂസ് ദ സോഫ്റ്റ്വെയർ only with the permission of the creator of the software, അല്ലെങ്കിൽ ഡെവലപ്പർ ഓഫ് ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആളുടെ പെർമിഷനോട് കൂടി മാത്രം, അതായത് ഒരു ലൈസൻസിങ് അഗ്രിമെന്റിനോട് കൂടി മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള ലൈസൻസും കൂടിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ആൻഡ് യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. ആ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, അതിന് നമ്മൾ പേ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ മിക്കവാറും പ്രോഡക്റ്റുകളെല്ലാം, മിക്കവാറും സോഫ്റ്റ്വെയറുകളെല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്. ഇഫ് യു വാണ്ട് ടു യൂസ് ദം, യു ഹാവ് ടു പേ മൈക്രോസോഫ്റ്റ് ഫോർ യൂസിങ് ദ സോഫ്റ്റ്വെയർ. അതർവൈസ് യു വിൽ ബി കോട്ട് ഫോർ പൈറസി. സോഫ്റ്റ്വെയർ പൈറസിക്ക് നിങ്ങളെ പണിഷ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് അവർക്കുണ്ടാവും. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് OS, അതുപോലെ തന്നെ
MS ഓഫീസ് ഇതെല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് കാണാനുള്ള ഹ്യൂമൻ വെയർ എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറയും. ഈ ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഹ്യൂമൻ വെയർ. ഹ്യൂമൻ വെയർ ഇസ് എ ടേം യൂസ് ടു റെഫർ ടു പീപ്പിൾ ഹു ആർ യൂസിങ് ദ കമ്പ്യൂട്ടർ. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഓരോ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തരും യൂസ് ചെയ്യുന്നത്. സിസ്റ്റം മാനേജേഴ്സ് ഉണ്ടാവാം, സിസ്റ്റം അനലിസ്റ്റ് ഉണ്ടാവാം, സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവാം, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവാം. അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ആർ ദെയർ ഫോർ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അങ്ങനെയുള്ള ആൾക്കാരെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഹ്യൂമൻ വെയർ അഥവാ ലൈവ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ വലിയൊരു ചാപ്റ്ററാണ്, തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബട്ട് ആസ് ഫാർ ആസ് എ കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്റർ കാണാം, അല്ലെങ്കിൽ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കടക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. We will meet in the next class. Thank you very much.